വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് നിറവേറ്റുന്നതിന് വേണ്ടി ദൈവം ഒരു സമയവും കണ്ടിട്ടുണ്ട്. നിന്റെ ജീവിതത്തിലും ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ വാഗ്ദത്തം നിറവേറ്റുവാനുള്ളതായ ഒരു സമയവും ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ സമയം വരെയും നീ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ കാത്തിരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തെ ഉറപ്പായിട്ടും നിനക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. ഇസ്രായേൽ ജനം അനുഗ്രഹിക്കപ്പെട്ടു. ഇസ്രായേൽ ജനം സമൃദ്ധി പ്രാപിച്ചു. ഇസ്രായേൽ ജനം ഒരു രാജ്യമായിട്ട് മാറി. അങ്ങനെ അവർ അനുഗ്രഹിക്കപ്പെട്ട് വർദ്ധിച്ചതിന് ശേഷം ഇസ്രായേൽ ജനം എന്തു ചെയ്തുവെന്നറിയാമോ? അവരെ അനുഗ്രഹിച്ചതായ, അവരെ സമൃദ്ധിയിലേക്ക് നടത്തിയ ദൈവത്തെ അവർ മറക്കുവാനിടയായി. അതിനുശേഷം മിസ്രൈമിൽ ആയിരുന്ന സമയത്ത് അവർ വിശ്വസിച്ചിരുന്നതായ അന്യവിശ്വാസങ്ങളുടെ മേൽ ആശ്രയിക്കുകയും ചെയ്തു എന്ന് കാണുന്നു. മ്ലേച്ഛകരമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തെ അവർ ദുഃഖിപ്പിക്കുവാൻ ഇടയായി. അവരുടെ ജീവിതത്തിൽ വക്രപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തെ വ്യസനിപ്പിച്ചു. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടോ? ദൈവത്തിൻ്റെ നന്മകൾ പ്രാപിച്ചതിന് ശേഷം, ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുത്തതിന് ശേഷം, ദൈവത്തിൻ്റെ കൃപകൾ പ്രാപിച്ചെടുത്തതിന് ശേഷം ദൈവത്തെ ദുഃഖിപ്പിക്കുകയും വ്യസനിപ്പിക്കുകയും ചെയ്യുന്നതായ രീതിയിലുള്ള പ്രവൃത്തികളുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക. സാധാരണമായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കഷ്ടതകളും നഷ്ടങ്ങളും ഉണ്ടാകുന്നതായ സമയത്ത് അവർ ദൈവത്തോട് കൂടുതൽ ചേർന്ന് വസിക്കുമെന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകുമ്പോൾ, നന്മയുണ്ടാകുമ്പോൾ, അവർ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെട്ട് ഉയർച്ച പ്രാപിക്കുന്നതായ സമയത്ത് എന്തുകൊണ്ടോ ചില വ്യക്തികളുടെ മനസ്സിൽ ഇങ്ങനെയൊരു ദുഷ്ടബുദ്ധി ഉണ്ടാകും. ദൈവത്തെ വിട്ട് അകന്നു പോകാനായിട്ട് അവർ ശ്രമിക്കും. ഇസ്രായേലർക്കും അതാണ് സംഭവിച്ചത്. അവർ ദൈവത്തിനെതിരായി പ്രവർത്തിച്ചു. അവർ ദൈവത്തെ വിട്ട് അകന്നു നീചമായ ദുഷ്ടമായ പ്രവൃത്തികൾ ചെയ്യുവാൻ തുടങ്ങി. നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള വ്യക്തികളുണ്ടോ? ഒരു കാലത്ത് ദൈവത്തോട് കൂടുതൽ ചേർന്ന് വസിച്ചിട്ട് ദൈവിക നന്മകൾ പ്രാപിച്ചെടുത്തിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ വളരെ വിശുദ്ധിയോടെ ജീവിച്ചിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിൻ്റെ നല്ല സാക്ഷികളായി മുൻപോട്ട് ജീവിച്ചു പോയിട്ട് ഈ ദിവസം അധപ്പതനാവസ്ഥയിലായിരിക്കുന്ന ആരെങ്കിലുമുണ്ടോ? ഇന്ന് ദൈവത്തെ വിട്ട് അകന്നു നിൽക്കുന്ന അവസ്ഥയിലുള്ള ആരെങ്കിലുമുണ്ടോ? നിന്റെ ജോലി കാരണമായിട്ടോ, നിനക്ക് ലഭിച്ചതായ വ്യാപാരത്തിലെ നല്ല വിജയം കാരണമായോ, നല്ല ലാഭം കാരണമായോ, അല്ലെങ്കിൽ നിനക്ക് ജോലിയിൽ പ്രമോഷൻ കിട്ടിയതുകൊണ്ടോ, നല്ല സ്ഥാനം ലഭിച്ചതുകൊണ്ടോ, വീട് വെച്ചതിന് ശേഷം, വസ്തു വാങ്ങിയതിന് ശേഷം, നീ ആഗ്രഹിച്ചത് നേടിയെടുത്തതിന് ശേഷം നീ ദൈവത്തെ വിട്ട് അകന്നു പോവുകയാണോ? എങ്കിൽ സൂക്ഷിക്കുക. വളരെ അപകടകരമായ സാഹചര്യത്തിലാകുന്നു എന്നുള്ളതായ സത്യം കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അവർ നീചപ്രവൃത്തികൾ ചെയ്ത് ദൈവത്തിനെതിരായി തിരിഞ്ഞു എന്നാണ് കാണുന്നത്. പാപപ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു സത്യം അറിയില്ല. പാപം ഒരു വ്യക്തിക്ക് ഭോഗത്തെ കൊടുക്കുന്നു. പാപം ചെയ്യുന്നതായ വ്യക്തിക്ക് ലഭിക്കുന്നത് അല്പസമയത്തേക്കുള്ള ഒരു സുഖമായിരിക്കും. അത് അല്പകാലത്തേക്കുള്ളതായ സുഖം മാത്രമാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 11 അധ്യായം 24 വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു: വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും ചെയ്തു. നീ ഏത് പാപപ്രവൃത്തി ചെയ്താലും അതിൽ ചില സന്തോഷമൊക്കെയുണ്ട്, അതിൽ കുറച്ചൊക്കെ സുഖമുണ്ട്. അത് വാസ്തവമാണ്. എന്നാൽ ഒരു കാര്യം മാത്രം ഓർത്തുകൊള്ളുക: നീ പാപം ചെയ്യുമ്പോൾ നിനക്ക് ലഭിക്കുന്നതായ സുഖവും സന്തോഷവും ഭോഗവുമെല്ലാം അത് അല്പസമയത്തേക്ക്, തൽക്കാലത്തേക്ക് മാത്രമാണ് എന്നുള്ളത് മറക്കരുത്. ശിംശോൻ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനായിരുന്നു, വേർതിരിക്കപ്പെട്ടവനായിരുന്നു, വലിയ ബലവാനായിരുന്നു. ഒരു ദിവസം അവനൊരു പെൺകുട്ടിയെ കാണുവാനിടയായി. ആ പെൺകുട്ടിയെ പ്രേമിച്ചു. അവസാനം ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തുവെന്ന് കാണുന്നു. അതിനുശേഷം തൻ്റെ ആ പ്രേമവിവാഹം തകർന്നു പോവുകയും പിന്നീട് തൻ്റെ ഭാര്യ മറ്റൊരുവൻ്റെ ഭാര്യയായിട്ട് മാറുകയും ചെയ്തപ്പോൾ ശിംശോൻ ഫെലിസ്ത്യ ദേശത്ത് ചെന്നിട്ട് എന്താണ് ചെയ്തത് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. തൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചുകൊണ്ട് ദൈവത്തെ വിട്ട് അകന്ന് അവസാനം വേശ്യകളുടെ അരികിലേക്ക് പോകുവാൻ ഇടയായി. അങ്ങനെ തന്നിഷ്ടപ്രകാരം അവൻ പോയപ്പോൾ, വേശ്യകളുടെ അരികിൽ ചെന്നപ്പോൾ ചില ഭോഗങ്ങൾ അവൻ അനുഭവിച്ചു. എന്നാൽ അറിയാമോ, അവൻ അനുഭവിച്ചതായ ആ സന്തോഷം അത് വെറും താൽക്കാലികം മാത്രമായിരുന്നു. അതിനുശേഷം താൻ ചെയ്തതായ പാപം കാരണം എന്താണ് സംഭവിച്ചത്? ഒന്നാമതായി, പാപം അല്പസമയത്തേക്കുള്ള സന്തോഷം കൊടുക്കുന്നു. അതിനുശേഷം പാപം അവനെ ബന്ധിച്ചു. അതിനുശേഷം ആ പാപം അവനെ പീഡിപ്പിക്കുന്നു. അതിനുശേഷം ആ പാപം അവനെ ബലി കഴിക്കുന്നു. മറക്കരുത്, നീ യോസേഫിനെ പോലെ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്.
യോസേഫ് എവിടെയാണോ ഉള്ളത് അവിടെ അനുഗ്രഹമാണ്. യോസേഫ് എവിടെയാണോ ഉള്ളത് അവിടെ സന്തോഷമാണ്. അതിൻ്റെ എല്ലാം കാരണം യോസേഫിനോടുകൂടെ യഹോവയായ ദൈവമുണ്ടായിരുന്നു. നീ ആയിരിക്കുന്നിടത്തൊക്കെയും നിന്റെ ജീവിതത്തിൽ കൂടി നീ കാരണം അനേകർക്ക് അനുഗ്രഹമായിരിക്കണം, നന്മയായി മാറണം. ഇന്ന് തന്നെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവിനെ അനുഗ്രഹിക്കണം. യോസേഫിനെ പോലെ എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് അനേകർക്ക് എന്നെ ഒരു അനുഗ്രഹ വിഷയമാക്കി നീ മാറ്റണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഞാൻ അനുഗ്രഹിക്കപ്പെടുകയും എൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക് ഞാനൊരു അനുഗ്രഹ വിഷയമായി മാറുകയും ചെയ്യണം. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, നല്ല വചനത്തെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുകയാണ്. കർത്താവേ, വളരെ വ്യക്തമായി നീ ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഈ കേട്ടതായ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഫലം കായ്ക്കാനിടയാക്കണമേ. യോസേഫിനെ പോലെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹത്തിൻ്റെ വിഷയമാക്കി ഞങ്ങളെ ഓരോരുത്തരെയും നീ മാറ്റിയെടുക്കണമേ. യോസേഫ് ഉണ്ടായിരുന്നിടത്തോളം കാലം ആ കുടുംബത്തിന് ഒരു കുറവുമില്ലായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം ഞങ്ങളുടെ കുടുംബത്തിന് യാതൊരു കുറവും കൂടാതെ, അത് ആത്മീയമായിട്ടും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു കുറവും കൂടാതെ അവരെ നോക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകുമാറാകണമേ. കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ, ഞങ്ങൾക്ക് നന്മകൾ നൽകുമ്പോൾ, ഞങ്ങൾക്ക് ഉന്നത പദവികൾ നൽകുമ്പോൾ, ഞങ്ങൾ നിഗളത്തോടെ അഹങ്കാരത്തോടുകൂടി ഞങ്ങളുടെ മാത്രം വയറ് നിറഞ്ഞാൽ മതി, ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രം നടന്നാൽ മതി, ഞങ്ങൾക്ക് മാത്രം സമ്പത്തുണ്ടായാൽ മതി, ബാങ്ക് ബാലൻസ് ഉണ്ടായാൽ മതി, ഏത് ദുഷ്ടപ്രവൃത്തികൾ ചെയ്താലും പേടിക്കാനില്ല എന്ന് ചിന്തിക്കുന്നതായ മാനസിക വൈകല്യത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. നിന്റെ നാമമഹത്വത്തിനു വേണ്ടി നിനക്ക് പ്രസാദകരമായി ജീവിക്കുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ വിഷയമെന്ന് മനസ്സിലാക്കി അങ്ങനെ ജീവിക്കാനുള്ള കൃപ നൽകണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.